പ്രപഞ്ചനാഥനാണ് സൂര്യദേവൻ. സൂര്യൻ ലോകത്തിന് ചൂടും വെളിച്ചവും നൽകുന്നു. ഗ്രഹങ്ങളുടെ അധിപതിയാണ് അദ്ദേഹം. സർവ്വചരാചരങ്ങളും സൂര്യനെ ആശ്രയിച്ച് ജീവിക്കുന്നു. സൂര്യനില്ലെങ്കിൽ ലോകമില്ല. അതുകൊണ്ടാവാം ഭൂമിയുണ്ടായ കാലം തൊട്ട് സൂര്യ ആരാധന നിലനിന്നു പോകുന്നത്. ഭാരതത്തിൽ ഒറീസയിലെ കൊണാർക്കിലാണ് സൂര്യക്ഷേത്രമുള്ളത്. ഇങ്ങ് കേരളത്തിലാവട്ടെ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്ത് ആദിത്യപുരവും. ആഴ്ചയിലെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ക്ഷേത്രനട തുറന്നിരിക്കും. ഞായറാഴ്ച സൂര്യന് പ്രാധാന്യമുള്ള ദിവസമായതുകൊണ്ട് ഭക്തജനങ്ങൾ കൂടുതലായി ഇവിടെ എത്താറുണ്ട്. കോട്ടയത്തു നിന്നും വരുന്നവർക്ക് കുറുപ്പന്തറയിൽ വന്ന ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് മള്ളിയൂർ ക്ഷേത്രം വഴി ആദിത്യപുരത്തെത്താം. എറണാകുളം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കടുത്തുരുത്തി കഴിഞ്ഞ് മുട്ടുച്ചിറയ്ക്ക് മുൻപായി വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്താലും ആദിത്യപുരത്തെത്താം. ഇവിടെ വർഷം തോറും മേടമാസത്തിലെ ഒടുവിലത്തെ ഞായറാഴ്ച കാവടി ഉത്സവം കൊണ്ടാടുന്ന പതിവുണ്ട്. ഇത്തവണ അത് മെയ് 12-ാം തീയതിയായിരുന്നു. ആദ്യ കാവടി ക്ഷേത്ര ഉടമകളായ കബിക്കാട്ട് മരങ്ങാട്ടിലത്തെ കുടുംബാംഗത്തിൻ്റേതായിരുന്നു. തുടർന്ന് സ്ത്രീ പുരുഷ ഭേദമന്യേ ഭക്തജനങ്ങൾ കാവടിയേന്തി ക്ഷേത്രത്തെ 3 തവണ വലം വെച്ചു. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കാണ് ഭക്തർ കാവടി വഴിപാടായി സമർപ്പിക്കുന്നത്. ഇവിടെ പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് സൂര്യപ്രതിഷ്ഠ. ശ്രീകോവിലിൻ്റെ പുറകിൽ കിഴക്കോട്ട് പ്രതിഷ്ഠയായിട്ട് ദുർഗയുണ്ട്. അത് ഭഗവാന്റെ ധ്യാനമായിട്ട് ബന്ധമുണ്ടെന്നാണ്. അത് ഒരു അധികം വർഷമായിട്ടില്ല, ഒരു 100-120 വർഷമേ ആയിട്ടുള്ളൂ ഈ ദുർഗാ പ്രതിഷ്ഠ നടന്നിട്ട്. അത് ഭഗവാൻ ദുർഗയെ ധ്യാനിക്കുന്നതായിട്ടാണ് ഇവിടുത്തെ ഒരു സങ്കല്പം. അപ്പോൾ ഇവിടെ അടുത്തൊരു ക്ഷേത്രം 2 കിലോമീറ്റർ മാറി ഒരു ദുർഗയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് എങ്ങനെയോ കാലക്രമത്തിൽ നശിച്ച് ജീർണാവസ്ഥയിൽ ആയി. അപ്പോൾ അച്ഛൻ്റെ മുത്തച്ഛനായിട്ടാണ് ദുർഗ ഭഗവതിയുടെ വിഗ്രഹം അവിടെ കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ കിടന്നാൽ പോരാന്നുള്ള ഇതിൽ ഇവിടെ കൊണ്ട് ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ പുറകിൽ ചാരി വെച്ച് പൂജ തുടങ്ങി. പിന്നീട് രാശി വെച്ച് നോക്കി എന്താ ചെയ്യേണ്ടത് നോക്കിയപ്പോൾ അത് വരേണ്ട സ്ഥാനത്തേക്ക് തന്നെയാണ് വന്നിരിക്കണമെന്നും ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെയാണ് ഇരിക്കണമെന്നും അപ്പോൾ അവിടെ തന്നെ ഒരു ശ്രീകോവിൽ പണിത് പ്രതിഷ്ഠിച്ചോളൂ എന്നാണ് അതിൽ കണ്ടത്. അങ്ങനെയാണ് ഇപ്പോൾ ദുർഗ പ്രതിഷ്ഠ ഉള്ളത്. പിന്നെ ഉപദേവതയായിട്ട് യക്ഷിയുണ്ട്, ശാസ്താവുണ്ട്. സൂര്യനെ പ്രധാന മൂർത്തിയായിട്ട് പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ക്ഷേത്രമാണ് ആദിത്യപുരം സൂര്യക്ഷേത്രം. ഇത് വളരെ അപൂർവമാണ്. ഭാരതത്തിൽ തന്നെ വളരെ വളരെ അപൂർവമായിട്ടാണ് സൂര്യക്ഷേത്രം. കേരളത്തിലെ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. സൂര്യനാണ് പ്രധാന പ്രതിഷ്ഠ. കാവടി ഉത്സവമാണ് പ്രധാനം. അതാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. കൊടിയേറിയിട്ടുള്ള ഉത്സവം ഇല്ല. മേടമാസത്തിലെയും വൃശ്ചികത്തിലെയും അവസാനത്തെ ഞായറാഴ്ചയാണ് കാവടി ആഘോഷം. അതിൽ സൂര്യൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന മേടത്തിലെ കാവടിക്കാണ് പ്രാധാന്യം. ദർശനത്തിന് ഏറ്റവും വിശേഷമായിട്ടുള്ള ദിവസമാണെന്ന്. അന്ന് കാവടി എടുത്ത് സമർപ്പിക്കുക, അതാണ് പ്രധാന ഒരു ചടങ്ങ്. ക്ഷേത്ര പുരാന്മാക്കാരായ ഞങ്ങൾ, അതായത് മരങ്ങാട്ടില്ല ഇല്ലത്തെ ഏതെങ്കിലും ഒരു ആൺകുട്ടിയാവും ആദ്യത്തെ കാവടി എടുത്ത് സമർപ്പിക്കുക. അത് സമർപ്പിച്ചതിന് ശേഷം പ്രായഭേദമന്യേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ കാവടി എടുത്ത് സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. രക്തചന്ദനം ആണ് കാവടിക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുക. രക്തചന്ദനം മുട്ടി കാവടിയിൽ കെട്ടി അത് പ്രദക്ഷിണം വെച്ച് ഭഗവാന് സമർപ്പിക്കുകയാണ്. പിന്നെ അത് ഭഗവാനെ അരച്ച് ഭഗവാനത് മുഴുക്കാപ്പാട്ടി ചാർത്താനായിട്ട് എടുക്കുകയാണ്. അത് സന്തതി പരമ്പരയുടെ ശ്രേയസ്സിന്, പിന്നെ രോഗനിവാരണം, ഇതൊക്കെയാണ് പ്രധാന അതിൻ്റെ ഒരു ഉദ്ദേശമായിട്ട് പറയണത്. 3 ദിവസം ആയിട്ട് സുഹൃതഹോമം പതിവുണ്ട്. 24,000 സംഖ്യ ഗായത്രി മന്ത്രത്താലുള്ള 24,000 സംഖ്യ സുഹൃതഹോമം പതിവുണ്ട്. അത് ഈ കാവടി ദിവസമാണ് കാലം കൂട്ടുന്നത്. നിത്യപൂജയുള്ള ക്ഷേത്രമാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പൂജയുണ്ട്. പ്രധാന ദിവസം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച പൂജ കൂടുതലുണ്ട്. ആദിത്യ പൂജ, ആദിത്യ നമസ്കാരം, ഇതൊക്കെയാണ് പ്രധാന വഴിപാടായിട്ട് ഇവിടെ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നത്. പിന്നെ രക്തചന്ദനം മുട്ടി നടക്കൽ വയ്ക്കുക, അത് വളരെ പ്രധാനമാണ്. അത് സർവ്വപ്രായശ്ചിത്തം ചെയ്യാന്നാണ് എൻ്റെ ഒരു സങ്കല്പം. എല്ലാം നമ്മൾ അറിയാണ്ട് ചെയ്തിട്ടുള്ള കർമ്മദോഷങ്ങൾക്കൊരു പ്രായശ്ചിത്തം, കർമ്മസാക്ഷിയായിട്ടുള്ള ആളാണ് സൂര്യഭഗവാൻ. അതുകൊണ്ട് നമ്മൾ അറിയാണ്ട് ചെയ്ത തെറ്റുകൾക്കൊരു പ്രായശ്ചിത്തം എന്നുള്ള നിലയ്ക്കാണ് ഈ രക്തചന്ദനം മുട്ടി നടക്കൽ സമർപ്പിക്കുക. വളരെ പ്രധാനമായിട്ടുള്ളതാണ്. പിന്നെ ഉദയാസ്തമന പൂജ വളരെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അത് സൂര്യപ്രീതി എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കല്പം.
പിന്നെ രക്തേന്ദ്രൻ കൊണ്ട് മുഴുക്കാപ്പ് ചാർത്തുക, അത് ത്വഗ് രോഗ നിവാരണത്തിനൊക്കെ വളരെ പ്രധാനമായിട്ടാണ് പറയുന്നത്. ഭഗവാന് സമർപ്പിക്കാനുള്ള രക്തേന്ദ്രൻ മുട്ടി ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ലഭ്യമാണ്, കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആൾക്കാർക്ക് ഇവിടെ വന്നാൽ ഇവിടുന്ന് തന്നെ ദേവസ്ഥയിൽ നിന്ന് തന്നെ കൊടുക്കാറുണ്ട്. പിന്നെ കണ്ണിൻ്റെ രൂപം, ആൾരൂപം അതൊക്കെ നടക്കി വയ്ക്കണം പ്രധാനമായിട്ട് പറയും. നേത്രരോഗ ശമനത്തിന് സൂര്യഭജനം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് കണ്ണിൻ്റെ രൂപം നടക്കി വയ്ക്കുക പ്രധാനമാണ്. പിന്നെ പൊതുവിൽ രോഗശമനം എന്നുള്ളതാണ് സൂര്യഭജനത്തിൻ്റെ ഒരു ഇത്. അപ്പോൾ ആൾരൂപം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ പീഡകളും രോഗങ്ങളും ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ആൾരൂപം ഭഗവാനെ സമർപ്പിക്കാറുണ്ട്. ഞങ്ങളുടെ ഇല്ലത്തെ പൂർവികനായിട്ടുള്ള ഒരാൾ, അത് എത്ര വർഷം മുമ്പാണെന്നൊന്നും അറിയില്ല, അനവധി വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹം വളരെ ഒരു സൂര്യഭക്തനായിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹം തപസ് ചെയ്ത് ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ തപസ് ചെയ്ത് ഭഗവാനിൽ നിന്ന് തന്നെ വരമായിട്ട് ലഭിച്ച വിഗ്രഹമാണ് അവിടെ പ്രദർശിച്ചിരിക്കുന്നതെന്നാണ് ഐതിഹ്യം. ശംഖചക്രം പത്മാസനത്തിലാണ് ഇരിക്കുന്നത്. ശംഖചക്രം പിന്നെ തപോമുദ്രയായിട്ടാണ്. അത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർഗയെ ധ്യാനിക്കുന്നതാണെന്നാണ് പറയണത്. അതായത് സൂര്യൻ തനിക്ക് കൂടുതൽ ശക്തി നേടണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ദുർഗയെ തപസ് ചെയ്തു എന്നാണ്. അപ്പോൾ ദുർഗ പ്രത്യക്ഷമായിട്ട് ഉദയം മുതൽ 6.25 നാഴിക വരെ എല്ലാ ദേവന്മാരുടെ ശക്തിയും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നാണ്. അപ്പോൾ ഉദയം മുതൽ ഉള്ള 6.25 നാഴിക സൂര്യനെ ഭരിച്ചാൽ മറ്റെല്ലാ ദേവതകളെയും ഭരിച്ചതിൻ്റെ ഫലമാണെന്നാണ് പറയുക. അത് ഞായറാഴ്ചയാകുമ്പോഴും പ്രാധാന്യം കൂടുതലുണ്ട്. ഞായറാഴ്ച സൂര്യനെ ഭരിക്കാനാണ് കൂടുതൽ ഉത്തമമായിട്ട് പറയുക. സൂര്യൻ്റെ ദിവസമായിട്ടാണ്, രവിവാരം എന്നാണ് പറയുക. അപ്പോൾ സൂര്യൻ്റെ ദിവസമാണെന്ന്, അന്ന് വളരെ പ്രാധാന്യമാണ് സൂര്യഭജനം. ഞായറിൻ്റെ, അതായത് സൂര്യൻ്റെ വേലയാണ് ഞാറ്റുവേല. തിരുവാതിര ഞാറ്റുവേല എന്നത് കേട്ടിട്ടില്ലേ? മഴയും മഞ്ഞും വെയിലും മാറി മാറി വരുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ചാണല്ലോ നമ്മുടെ ജീവിതം. കൃഷിയും അങ്ങനെ തന്നെ. പുരാണത്തിൽ കശ്യപൻ്റെ ഭാര്യയായ അദിതിയുടെ പുത്രനാണ് സൂര്യൻ എന്ന ആദിത്യൻ. 12 ആദിത്യന്മാരുണ്ടെന്ന് പുരാണം പറയുന്നു.
സൂര്യപുത്രനായ കർണനെപ്പറ്റി നാം കേട്ടിട്ടുണ്ട്. സൂര്യദേവൻ പാണ്ഡവപത്നിയായ പാഞ്ചാലിക്ക് കൊടുത്ത അക്ഷയപാത്രത്തെപ്പറ്റിയും നാം കേട്ടിട്ടുണ്ട്. ഈ വിധത്തിൽ സൂര്യനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുരാണ കഥാസന്ദർഭങ്ങളുണ്ട്. രാമായണത്തിലെ ഒരു കഥാഭാഗം പറയാം. രാവണനെ കൊല്ലാൻ കഴിയാതെ വിഷമിച്ച ശ്രീരാമനെ അഗസ്ത്യമുനി സന്ദർശിച്ച് ആദിത്യഹൃദയ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നു. സന്താപനാശകരായ നമോ നമ എന്ന ആ മന്ത്രം നിങ്ങൾ വായിച്ചു നോക്കുക. അർത്ഥവത്തായ അർക്കസ്തുതിയാണത്. സൂര്യദേവനെ ഭജിച്ചാൽ മനോവിഷമങ്ങൾ മാറും, ശത്രുക്ഷയം വരും, സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും. ജഗന്നിയന്താവായ സൂര്യഭഗവാന്റെ അനുഗ്രഹാശസ്സുകൾ നിങ്ങൾക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.